ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫഹദ് ഫാസിൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ 11 ഈദ് വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ ആവേശം എന്ന സിനിമ ഇന്നലെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തിയേറ്ററുകളിൽ വമ്പൻ തരംഗമായി മാറി സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ 35 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം OTT അവകാശം സ്വന്തമാക്കിയത്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വമ്പൻ തുകയാണ് ഈ ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 29-ാം ദിവസമായ ഇന്നലെയും ഈ ചിത്രത്തിന് കേരളത്തിൽ 30 ലക്ഷത്തോളം രൂപ കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. ഇതോടെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 75 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 154 കോടി രൂപയിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നലെ മെയ് 9 പുതിയ ഒരു മലയാള ചിത്രം തിയേറ്ററിലെത്തിയിട്ടുണ്ട്. VK കരീം സംവിധാനം ചെയ്ത ആരോ എന്ന സിനിമയാണ് തിയേറ്ററിലെത്തിയിട്ടുള്ളത്. ജോജു ജോർജ്, കിച്ചു ടെല്ലസ്, അനുമോൾ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഈ ചിത്രത്തിന് കേരളത്തിൽ 120-ലധികം തിയേറ്ററുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇന്ന് മെയ് 10 വെള്ളിയാഴ്ചയും 2 മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യപ്പെടുകയാണ്. ഇന്ദ്രജിത്ത് നായകനായി അരുൺ ബോസ് സംവിധാനം ചെയ്ത മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന ചിത്രമാണ് ഇന്ന് പ്രധാനമായും തിയേറ്ററിലെത്തുന്ന ഒരു മലയാള സിനിമ. ഈ ചിത്രം അനവധി പ്രാവശ്യം റിലീസിംഗ് പ്രഖ്യാപിക്കുകയും പിന്നീട് മാറ്റിവെക്കപ്പെട്ട ശേഷവുമാണ് ഇന്ന് തിയേറ്ററിലെത്തുന്നത്. ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഖാലിദ്, വിൻസി അലോഷ്യസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന മറ്റ് അഭിനേതാക്കൾ. ഏകദേശം 140ഓളം സ്ക്രീനുകൾ ഈ ചിത്രത്തിന് കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. KB മജു തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന പെരുമാനി എന്ന സിനിമ ഇന്ന് തിയേറ്റർ റിലീസായി എത്തിച്ചേരുകയാണ്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ ലുക്കു, ദീപ തോമസ്, രാധിക രാധാകൃഷ്ണൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ഈ ചിത്രത്തിനും കേരളത്തിൽ 140-ലധികം തിയേറ്ററുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ദിലീപ് നായകനായി വിനീത് കുമാർ സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിലെത്തിയ പവി കെയർടേക്കർ എന്ന സിനിമ ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുക തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടി 80 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 10 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഈദ് വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം 28 ദിവസം കൊണ്ട് 82 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. നിവിൻ പോളി നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 9 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 8.5 കോടിയോളം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിന്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 17 കോടിയോളം രൂപയുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലും ബിദുൻ മാനുവൽ തോമസ് തിരക്കഥെഴുതി മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന സിനിമയുടെ 2 മിനിറ്റ് 14 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഈ വരുന്ന ഞായറാഴ്ച റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ഇത് സംബന്ധമായ വിവരങ്ങളും പുതിയ പോസ്റ്ററുകളും ഉൾപ്പെടെയുള്ള പുതിയ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. UK ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ ഈ ചിത്രത്തിന്റെ വമ്പൻ ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടർബോ എന്ന സിനിമയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത ഈ ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വമ്പൻ തുകയ്ക്ക് വിറ്റുപോയിരിക്കുന്നു എന്ന് തന്നെയാണ്. സിനിമ തിയേറ്ററിലെത്തുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ മുടക്കുമുതൽ ഉൾപ്പെടെ ലാഭകരമായ രീതിയിലാണ് ചിത്രത്തിന്റെ ബിസിനസ് നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ സിനിമാ സംബന്ധമായ വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.